All are welcome to this class. നമ്മൾ ഈ ക്ലാസ്സിലെ കീകളെ കുറിച്ചാണ് പഠിക്കുന്നത്. കീ എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ കമ്പോണന്റുകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെമ്പററി ഫാസ്റ്റനിങ് എലമെന്റ് ആണ്. A key can be defined as a machine element which is used on transmission shafts to secure rotating machine elements like pulleys, gears or flywheels. പുള്ളി അല്ലെങ്കിൽ ഗിയർ, ഫ്ലൈവീൽ ഇതെല്ലാം നമുക്ക് ഷാഫ്റ്റുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ കീ ഉപയോഗിക്കുന്നത്. കീ സാധാരണഗതിയിൽ നമ്മൾ മേക്ക് ചെയ്യുന്നത് പ്ലെയിൻ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഷിയറിംഗ് ലോഡും അതുപോലെ കംപ്രസീവ് സ്ട്രെസ്സും ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. കീ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു റീസസ് അല്ലെങ്കിൽ ഗ്രൂവ് കട്ട് ചെയ്യും മെയ്റ്റിംഗ് സർഫസുകൾക്കിടയിൽ. അവ രണ്ടും ചേർത്ത് വെച്ചിട്ട് അതിനിടയിലാണ് കീ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫ്റ്റ് തിരിയുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ മെയ്റ്റിംഗ് എലമെന്റ് കൂടി ഒരുമിച്ച് തിരിയുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടോർക്കും ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ സ്ലോട്ടിനെ അല്ലെങ്കിൽ നമ്മൾ റീസസിനെ നമ്മൾ പറയുന്നത് കീ വേ അല്ലെങ്കിൽ കീ സീറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് കീസ് ആണ്. ഫോളോയിങ് ടൈപ്സ് ഓഫ് കീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂ. ഒന്ന് സങ്ക് കീസ്, രണ്ട് സാഡിൽ കീസ്, മൂന്ന് ടാൻജന്റ് കീസ്, നാല് റൗണ്ട് കീ, അഞ്ച് സ്പ്ലൈൻസ്. ഇതാണ് പ്രധാനപ്പെട്ട കീസ്. നമുക്ക് സങ്ക് കീസ് എന്താണെന്ന് നോക്കാം. Sunk keys are provided half in the keyway of the shaft and half in the keyway of the hub or boss of the pulley. Sunk key സാധാരണഗതിയിൽ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് കൊടുക്കുന്നത്. പകുതി ഭാഗം നമ്മൾ ഷാഫ്റ്റിലേക്കും പകുതി ഭാഗം പുറം ഭാഗത്ത് വരുന്ന ഹബിലേക്കും മേറ്റിംഗ് ഹബിലേക്കുമായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. സങ്ക് കീസ് പ്രധാനപ്പെട്ട ടൈപ്പ് ഒന്ന് റെക്ടാങ്കുലർ സങ്ക് കീ. റെക്ടാങ്കുലർ സങ്ക് കീയുടെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. റെക്ടാങ്കുലർ സങ്ക് കീക്ക് രണ്ട് ഭാഗത്ത് റെക്ടാങ്കുലർ ആയിരിക്കും. അതേസമയം ടോപ്പ് പോർഷനിൽ ചെറിയൊരു ടേപ്പർ ഉണ്ടാവും. 1/100 എന്ന ഒരു ടേപ്പർ പൊതുവെ കൊടുക്കാറുണ്ട്. ഇതിന്റെ വിഡ്ത്ത് W എന്നും തിക്നെസ് T എന്നാണ് നമുക്ക് കണക്കാക്കാം. ഇതിന്റെ പ്രൊപ്പോർഷൻസ് ഓഫ് കീയുടെ പ്രൊപ്പോർഷൻസ് നമ്മൾ കൊടുക്കാറുള്ള വിഡ്ത്ത് ഓഫ് കീ എന്ന് പറയുന്നത് D/4 ആയിരിക്കും. D എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ 4/1 ഭാഗം നമ്മൾ വിഡ്ത്ത് ആയിട്ട് കൊടുക്കും. അതുപോലെ തിക്നെസ് എന്ന് പറയുന്നത് 6/1 ഭാഗമാണ് കൊടുക്കുക, D/6. സോ തിക്നെസ് T = 2W/3 = D/6. width D/4, thickness D/6. നമ്മൾ കീയുടെ ടേപ്പിന്റെ കാര്യം പറഞ്ഞു. 1/100 എന്ന് പറയുന്ന ടേപ്പ് നമ്മൾ ടോപ്പ് സൈഡിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ മേറ്റിംഗ് പാർട്ട് റിമൂവ് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. രണ്ട് സ്ക്വയർ സങ്ക് കീ ആണ്. Only difference between a rectangular sunk key and square sunk key is that its width and thickness are equal. Width and thickness equal ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ sunk key എന്ന് പറയും. അത് D/4 ആയിരിക്കും. അടുത്ത പാരലൽ sunk key. Parallel sunk keys may be of rectangular or square section, uniform in width and thickness throughout. അതാണ് പാരലൽ sunk key എന്ന് പറയുന്നത്. അതിൽ വിഡ്ത്തും തിക്നെസ്സും യൂണിഫോം ആയിരിക്കും, ത്രൂ ഔട്ട് ആയിട്ട് ഉണ്ടായിരിക്കാം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് എ പാരലൽ കീ is a taperless and is used where the pulley, gear or other mating piece is required to slide along the shaft. ടേപ്പർലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുള്ളിയോ അല്ലെങ്കിൽ ഗിയറോ ഉണ്ടെങ്കിൽ അതിന് ആ മേറ്റിംഗ് പീസിലൂടെ നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്ത ജിബ് ഹെഡ് കീ എന്ന് പറയുന്ന കീ ആണ്. ഇതാണ് ജിബ് ഹെഡ് കീ. ഇതിൽ ഇറ്റ്സ് എ റെക്ടാങ്കുലർ സങ്ക് കീ വിത്ത് എ ഹെഡ് അറ്റ് വൺ എൻഡ് നോൺ ആസ് ജിബ് ഹെഡ്. ഇതിനെ നമ്മൾ ജിബ് ഹെഡ് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. ഇതിന്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ഹെഡ് കൊടുത്തിരിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ടു ഫെസിലിറ്റേറ്റ് ദ റിമൂവൽ ഓഫ് കീ. ജിബ് ഹെഡ് കീ ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇതിന്റെ ഡയമെൻഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കുക. 1.75 ടോട്ടൽ ഹൈറ്റ് വരും. വിഡ്ത്ത് W, ഇതിന്റെ വീതി 1.5 ടേപ്പർ 1/100. ഇതിന്റെ കണക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. യൂഷ്വൽ പ്രൊപ്പോർഷൻസ് ഓഫ് ദ ജിബ് ഹെഡ് കീ ആർ വിഡ്ത്ത് W D/4, തിക്നെസ് D/6. അടുത്ത ഫെദർ കീ എന്നാണ്. ഇത് ഫെദർ കീ എന്ന് പറയും. ഫെദർ കീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എ കീ അറ്റാച്ച്ഡ് ടു വൺ മെമ്പർ ഓഫ് എ പെയർ ആൻഡ് വിച്ച് പെർമിറ്റ്സ് റിലേറ്റീവ് ആക്സിയൽ മൂവ്മെന്റ് ഇസ് നോൺ ആസ് ഫെദർ കീ. ഈ ഫെദർ കീയിലെ ഒരു പാർട്ട് ഈ കീയുടെ ഒരു പാർട്ട് ഒരു പാർട്ടിലേക്ക് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കും. രണ്ടാമത്തെ പാർട്ടിന് മൂവ്മെന്റ് നടത്താൻ പറ്റും, ആക്സിയൽ മൂവ്മെന്റ് സാധിക്കും. അത്തരത്തിലുള്ള കീ ആണ് നമ്മൾ ഫെദർ കീ എന്ന് പറയുന്നത്. This is a special type of parallel key which transmits a turning moment and also permits axial movement. ഇതിന് ടേണിംഗ് മൂവ്മെന്റ് അല്ലെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുണ്ട്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേറ്റിംഗ് എലമെന്റിന് ആക്സിയലായിട്ട് മൂവ് ചെയ്യാനും പറ്റും. ഈ പാർട്ടിന് ആക്സിയലായിട്ട് മൂവ് ചെയ്യാനും സാധിക്കും. It is fastened either to the shaft or hub, the key being a sliding fit in the keyway of the moving piece. Okay. അടുത്തത് വുഡ്രഫ് കീ ആണ്. വുഡ്രഫ് കീ എന്ന് പറയുന്നത് ഇതുപോലെ സെഗ്മെന്റൽ ഷേപ്പുള്ള ടൈപ്പ് ഇങ്ങനത്തെ കീ ആണ് നമ്മൾ പറയുന്നത് വുഡ്രഫ് കീ. സാധാരണഗതിയിൽ ഇത് നമ്മൾ
ലെയ്ത്തിന്റെ സ്പിൻഡിലുകളിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി വുഡ്രഫ് കീ ഉപയോഗിക്കാറുണ്ട്. വുഡ്രഫ് കീ is an easily adjustable key. It is a piece from a cylindrical disc having segmental cross section in front of you. A Woodruff key is capable of tilting in a recess made out in the shaft by a cutter having the same curvature as the disc from which the key is made. അപ്പോൾ ഇതേപോലെ കർവേച്ചർ നമ്മൾ ഈ ഷാഫ്റ്റിന്റെ മുകളിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതിന് സ്വന്തമായിട്ട് ഇതിനെ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഈ കീയുടെ പ്രത്യേകത. സാധാരണ ഇതിൽ ഓട്ടോമേറ്റിക് കൺസ്ട്രക്ഷൻ മെഷീൻ ടൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെയ്ത്തിന്റെ സ്പിൻഡിലുകൾ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് അക്കോമഡേറ്റ്സ് ഇറ്റ്സെൽഫ് ടു എനി ടേപ്പർ ഇൻ ദ ഹബ് ഓർ ബോസ് ഓഫ് ദ മേറ്റിംഗ് പീസ്. സ്വയം അക്കോമഡേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൺ ടേപ്പറിംഗ് ഷാഫ്റ്റ് എൻഡ്സ്. ഇറ്റ്സ് എക്സ്ട്രാ ഡെപ്ത് ഇൻ ദ ഷാഫ്റ്റ് പ്രിവെന്റ്സ് എനി ടെൻഡൻസി ടു ടേൺ ഓവർ ഇൻ ഇറ്റ്സ് കീവേ. അതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് മറിയാനുള്ള പ്രവണത കുറവായിരിക്കും, കാരണം അതിന് ഡെപ്ത് എക്സ്ട്രാ ഡെപ്ത് ഉള്ളതുകൊണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ കീവേ വീക്കൻസ് ദ ഷാഫ്റ്റ്. കീവയുടെ ഡെപ്ത് കൂടുതലായതുകൊണ്ട് ഷാഫ്റ്റ് വീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ ഫെദർ. ഒരു ഫെദർ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ആക്സിയൽ മൂവ്മെന്റ് മേറ്റിംഗ് ഷാഫ്റ്റിന് പോസിബിൾ അല്ല. അത് സാഡിൽ കീസ് ആണ്. സാഡിൽ കീസ് ആർ ഓഫ് ദ ഫോളോവിംഗ് ടു ടൈപ്സ്. ഒന്ന് ഫ്ലാറ്റ് സാഡിൽ കീ, രണ്ടാമത്തെ ഹോളോ സാഡിൽ കീ. ഫ്ലാറ്റ് സാഡിൽ കീ ഈസ് എ ടേപ്പർ കീ which fits in a keyway in the hub and is flat on the shaft as shown in figure. ഇതേപോലെ ഫ്ലാറ്റ് സാഡിൽ കീ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഫ്ലാറ്റ് സാഡിൽ കീ. ഇത് രണ്ടാമത്തെ ഹോളോ സാഡിൽ കീ ആണ്. ഫ്ലാറ്റ് സാഡിൽ കീ ചെയ്യുന്നത് ഈ ഷാഫ്റ്റിന്റെ പുറം ഭാഗത്ത് ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കും. അതിന്റെ മുകളിൽ ഫ്ലാറ്റ് സാഡിൽ കീ വരും. അപ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു ഫ്രിക്ഷൻ ഗ്രിപ്പ് കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ സ്ട്രെങ്ത് കുറയുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ചെറിയ ലോഡ് നമുക്കറിയാം, ഇത് വെക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഫ്രിക്ഷണൽ ഗ്രിപ്പ് കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ലോഡൊന്നും ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ തോതിൽ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിൽ മാത്രമേ നമ്മൾ ഫ്ലാറ്റ് സാഡിൽ കീ കൊടുക്കാറുള്ളൂ. അതേപോലെ തന്നെ ഹോളോ സാഡിൽ കീ. ഹോളോ സാഡിൽ കീന്റെ കാര്യത്തിലും ഇതുപോലെ ഹോളോ സർഫസ് ആണ്, ഹോളോ ആണ് ഈ അടിഭാഗം. ഐ മീൻ ഇവിടെ ഒരു ടേപ്പർ കൊടുക്കുന്നില്ല, ഐ മീൻ ഒരു ഫ്ലാറ്റ് സർഫസ് പോലും കൊടുക്കുന്നില്ല. ഫ്ലാറ്റ് സാഡിൽ കീയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഭാഗത്ത് പ്യുവർ ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഗ്രിപ്പ് കൊണ്ട് മാത്രമാണ് ഹോളോ സാഡിൽ കീ ഈ ഷാഫ്റ്റുമായിട്ട് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ലോഡുകൾ വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഹോളോ സാഡിൽ കീ നമ്മൾ കൊടുക്കാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാഫ്റ്റിന്റെ സ്ട്രെങ്ത് കുറയുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കീസ് ഉപയോഗിക്കുന്നത്. പക്ഷെ വളരെ ലൈറ്റ് ലോഡ് മാത്രമേ ഇതുകൊണ്ട് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് W/3 ആണ്, ഈക്വൽ ടു D/12 ആണ്. ഡയമീറ്റർ, ഷാഫ്റ്റിന്റെ ഡയമീറ്ററിന്റെ 12 ഭാഗം മാത്രമാണ് ഇതിന്റെ തിക്നെസ് ആയിട്ട് വരാറുള്ളൂ. ഓക്കെ, ഇതൊരു ടെമ്പററി ഫാസ്റ്റനിങ് ആണ്. ഉപയോഗിക്കുന്നത് സെറ്റിംഗ് എക്സെൻട്രിക്സ്, ക്യാംസ്, ഇതിന്റെയൊക്കെ സെറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അടുത്തത് ടാൻജന്റ് കീ ആണ്. ടാൻജന്റ് കീ എന്ന് പറയുമ്പോൾ ടാൻജന്റ് കീസ് ആർ ഫിറ്റഡ് ഇൻ പെയർ അറ്റ് റൈറ്റ് ആംഗിൾസ്. രണ്ട് പെയറായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. റൈറ്റ് ആംഗിളിൽ രണ്ട് പെയറായിട്ട് ഉപയോഗിക്കുന്നു. ഈച്ച് കീ ഈസ് ടു വിത്ത്സ്റ്റാൻഡ് ടോർഷൻ ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഒരു ഭാഗത്തേക്ക് ഒരു ഡയറക്ഷനിലുള്ള ടോർഷന് ഒരു പെയറും, രണ്ടാമത്തെ ഭാഗത്ത് ഡയറക്ഷൻ റിവേഴ്സ് ആകുമ്പോൾ മറുഭാഗത്തുമുള്ള കീയും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റുകളിലാണ് ഇത്തരത്തിലുള്ള ടാൻജന്റ് കീസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അടുത്ത റൗണ്ട് കീ ആണ്. റൗണ്ട് കീസ് ആസ് ഷോൺ ഫിഗർ ആർ സർക്കുലർ ഇൻ സെക്ഷൻ. ഇത് സർക്കുലർ സെക്ഷനിലാണ് ഉണ്ടാവുക. ആൻഡ് ഫിറ്റ്സ് ഇൻ ടു ഹോൾസ് ഡ്രിൽഡ് പാർട്ട്ലി ഇൻ ദ ഷാഫ്റ്റ് ആൻഡ് പാർട്ട്ലി ഇൻ ദ ഹബ്. ഒരു ഷാഫ്റ്റിന്റെ ഒരു പാർട്ടിലും അതുപോലെ മെയ്റ്റിംഗ് ഹബിന്റെ ഒരു പാർട്ടുമായിട്ട് രണ്ടിന്റെയും കൂടെ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു ഹോള് ഡ്രിൽ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഉണ്ടായിരിക്കും. ഇത് ഷാഫ്റ്റിന്റെ പാർട്ടാണെങ്കിൽ അത് മെയ്റ്റിംഗ് ഹബിന്റെ പാർട്ടായിരിക്കും. ഇതിന് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് നമ്മൾ ഹോള് ഡ്രിൽ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലൂടെയാണ് കീ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും വലിയ തോതിലുള്ള പവർ ട്രാൻസ്മിഷൻ നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ലോ പവർ ട്രാൻസ്മിഷന് വേണ്ടി മാത്രമേ നമ്മളിത് ഉപയോഗിക്കാറുള്ളൂ. റൗണ്ട് കീസ്. അടുത്ത സ്പ്ലൈൻസ് ആണ്. ഇഫ് കീസ് ആർ മെയ്ഡ് ഇന്റഗ്രൽ വിത്ത് ദ ഷാഫ്റ്റ് വിച്ച് ഫിറ്റ്സ് ഇൻ ദ കീ വേസ് ബ്രോക്കൺ ഇൻ ദ ഹബ്, സച്ച് ഷാഫ്റ്റ്സ് ആർ നോൺ ആസ് സ്പ്ലൈൻഡ് ഷാഫ്റ്റ്സ്. ഇത് നമ്മൾ സ്പ്ലൈൻഡ് ഷാഫ്റ്റുകൾ എന്നാണ് പറയാം. സ്പ്ലൈൻസ്, ഇതേപോലെയുള്ള സ്പ്ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന് ഇതേപോലെ എക്സ്ട്രാ ഇങ്ങനെ കട്ട് ചെയ്തുള്ള ഈ സ്പ്ലൈൻസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഷാഫ്റ്റിലുള്ള സ്പ്ലൈൻസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കീ ആണിത്.
സ്പ്ലൈൻഡ് ഷാഫ്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. If keys are made integral with a shaft which fits in the keyways broach in the hub, such shafts are known as splined shafts. These shafts usually have 4, 6, 10 or 16 splines. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 16 സ്പ്ലൈൻസ് വരെ ഉണ്ടാവാം. സ്പ്ലൈൻഡ് ഷാഫ്റ്റ്സ് ആർ റിലേറ്റീവ്ലി സ്ട്രോങ്ങർ ദാൻ ഷാഫ്റ്റ്സ് ഹാവിംഗ് എ സിംഗിൾ കീവേ. സിംഗിൾ കീവേ ഉള്ളതിന്റെ പോലെയല്ല സ്പ്ലൈൻഡ് ഷാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കീസ് വെക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് ഇതിനെ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. Splined shafts are used when the force to be transmitted is large in proportion to the size of the shaft, as in automobile transmission and sliding gear transmission. Sliding gear transmission എല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലൈൻസ് ആണ്. By using splined shafts, we obtain axial movement as well as positive drive. പോസിറ്റീവ് ഡ്രൈവും ഉണ്ട്, അതേസമയം ആക്സിയൽ മൂവ്മെന്റും ഇത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത.